തയ്യാറാക്കാത്തതിലെ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ച ആർ ശ്രീലേഖ മത്സരിച്ചത് മേയർ സ്ഥാനം നൽകാമെന്ന ബിജെപിയുടെ ഉറപ്പിൽ. എതിർക്കാതിരുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമായിരുന്നെന്നും വിശദീകരണം. എനിക്ക് പരസ്യമാക്കിയിട്ടില്ല. എനിക്കിപ്പോഴും അതൃപ്തിയില്ല, തൃപ്തി തന്നെയാണ്. ഞാൻ ഹാപ്പിയാണ്. ജയിച്ചു വന്ന 50 കൗൺസിലേഴ്സും കൂടെ എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം പറഞ്ഞ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മനസ്സാ അംഗീകരിക്കുകയായിരുന്നു. നിയമസഭയിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്നും ശ്രീലേഖ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് 6 ആഴ്ച കൂടി സമയം. ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി അറിയിച്ചു. മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിന്റെ ഹർജിയിൽ നിർണായക പരാമർശവുമായി സുപ്രീം കോടതി. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ. 85 സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസത്തിൽ ബത്തേരി ശിബിരം. ക്യാമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച കനകോലു. പുനർജനി പദ്ധതിയിൽ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഇഒയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ. FCRA അക്കൗണ്ടിലേക്ക് വന്നത് സതീശനുള്ള പണമെന്ന് വിജിലൻസ്. തമിഴ്നാട്ടിൽ നടൻ വിജയ്ക്ക് പ്രതീക്ഷ നൽകി സർവേ ഫലം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനം പരിഗണിക്കുന്നവരിൽ 2ാം സ്ഥാനം വിജയ്ക്ക്. TVKയുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക DMK. അധികാരത്തിൽ വരിക DMK തന്നെയെന്നും ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ. വെനസ്വേലയിൽ മലക്കം മറിഞ്ഞ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെന്ന് ഡെൽസി. മദുറോയെ ഇന്ന് വിചാരണ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. ഇന്ത്യക്കെതിരെ വീണ്ടും താരിഫ് ഭീഷണി ഉയർത്തി അമേരിക്ക. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യമില്ല. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കുറ്റം നിലനിൽക്കുമെന്നും കോടതി. ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. മറ്റ് 5 പ്രതികൾക്കും ജാമ്യം.